നമ്മോടൊപ്പം ചേരുന്നത് ശ്രീ തോമസ് ഐസക്കാണ്. അദ്ദേഹത്തോട് പാർട്ടിയുടെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ഇനിയൊരു പുതിയ കാഴ്ചപ്പാടുകളെക്കുറിച്ചും അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. പാർട്ടിയിൽ കുറച്ചു കാലമായി ഉണ്ട് ഒരു മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു, മാറ്റം വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഇങ്ങനെ ഒരു പുതിയ ഒരു മാറ്റത്തിലേക്ക് പോകുന്നുണ്ടോ? തുടർച്ചയായിട്ട് ഭരണം ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ സംഘടനയിലേക്ക് വരും. കാരണം ഭരണത്തിന് പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ശുദ്ധീകരണം നടക്കും. എന്നാൽ തുടർച്ചയായിട്ട് ഭരണത്തിലാകുമ്പോൾ അത് നടക്കണമെന്നില്ല. എന്നാൽ തുടർഭരണ ആവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങളെ അത് പൂർത്തീകരിക്കണമെങ്കിൽ തുടർഭരണം വേണം. അത് ജനങ്ങൾ അംഗീകാരത്തിന് വേണ്ടി ചോദിക്കുന്നു. പരിപാടി വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഞങ്ങളൊരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണ്. അതിന് നിങ്ങളുടെ പിന്തുണ വേണമെന്നും. അങ്ങനെ തുടർഭരണം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള തെറ്റുകൾ ഇല്ലാതാവണം, സൂക്ഷിക്കണം, ജാഗ്രത വേണമെന്ന് കഴിഞ്ഞ പാർട്ടി സമ്മേളനം തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും പല അനഭിലഷണീയമായ പ്രവണതകളും പാർട്ടിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഈ കഴിഞ്ഞ സമ്മേളനങ്ങളിൽ, കീഴ്ത്തുന്നുള്ള സമ്മേളനങ്ങളിലൊക്കെ അത് തുറന്നു കാട്ടപ്പെട്ടു. നിശ്ചിതമായ വിമർശനങ്ങളുണ്ടായി. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഇനി നാളെ ആവർത്തിക്കില്ല, ഒരു മൂന്നാം ഭരണത്തിന് കീഴിൽ അത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിൽ നിന്നുണ്ടാവും. അത് ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് പാർട്ടിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണോ, അല്ലെങ്കിൽ പാർട്ടിയിൽ കുറെ എതിർപ്പുകളിലേക്ക് എത്തിക്കുക? ഇല്ല, നടപടികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പാർട്ടി ശക്തിപ്പെടുത്തത്തുള്ളൂ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടും എന്നൊരു തോന്നലുണ്ടാവുന്നത് അച്ചടക്കം ഉണ്ടാക്കും. തെറ്റ് ചെയ്താലും സംരക്ഷിക്കപ്പെടുമെന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരാജകത്വത്തിലേക്ക് നയിക്കും. അപ്പൊ അതുകൊണ്ട് ശിക്ഷിക്കുകയോ, അങ്ങനെ ഇപ്പോ സമ്മേളനത്തിൽ വെച്ചാരൊന്നും ശിക്ഷിക്കാൻ പോണില്ല. പല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളൂ. പാർട്ടിയിൽ ഒരു രണ്ടാം നിര വളർന്നു വരുന്നതിന്റെ സാഹചര്യം, സാധ്യത അല്ല, ആവശ്യകത ഇപ്പോഴുണ്ട്. അങ്ങനെ ഒരു ആളുകളുടെ ക്ഷാമമൊന്നും പാർട്ടിയിലില്ല. കാരണം ഇത് വലിയൊരു പാർട്ടിയാണ്, എത്രയോ പ്രവർത്തകര്. അതുകൊണ്ട് അത്തരത്തിലുള്ള രണ്ടാം നിരയുടെ ഒന്നും ഒരു ഇല്ലായ്മയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറുപ്പക്കാരാണ് ഇപ്പോൾ നമ്മുടെ പാർട്ടിയുടെ നേതൃത്വ നിരയിൽ പോലും വന്നിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു വെല്ലുവിളിയും പ്രശ്നമൊന്നും പാർട്ടി കേരളത്തിൽ അഭിമുഖീകരിക്കുന്നില്ല. അപ്പോൾ ഒരു മൂന്നാം ഭരണം ലക്ഷ്യമിട്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ, ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ അതിനെയൊക്കെ എങ്ങനെ പാർട്ടിക്ക് മറികടക്കാൻ കഴിയും? ഒരു വ്യക്തിയെ കേന്ദ്രീകരിക്കുന്നില്ലല്ലോ. ഇതുവരെ മാധ്യമങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ചർച്ചകൾ താഴത്ത് വിമർശനം, സർക്കാരിനെതിരെ വിമർശനം, അല്ലെങ്കിൽ മന്ത്രിമാർക്കെതിരെ വിമർശനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. അപ്പോൾ എല്ലാം ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടാവുമോ? നല്ല വിമർശനങ്ങൾ വരും, ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളും, അല്ലാത്തവർക്ക് മറുപടി കൊടുക്കും. അങ്ങനെ പാർട്ടി മുന്നോട്ട് പോകാം. അപ്പോൾ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്ന പ്രവണതയും പ്രശ്നമൊന്നുമില്ല. പക്ഷെ മുഖ്യമന്ത്രിയാണെന്ന് ഏത് കാലത്ത് അങ്ങനെ അല്ലാതായിട്ടുള്ളത്? അപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം ചില വിട്ടുവീഴ്ചകൾ വരുത്തേണ്ടി വരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ വരുന്നുണ്ട്, പ്രായപരിധിയും മറ്റും കണക്കിലെടുക്കുമ്പോൾ. അത് വേണോ വേണ്ടോ എന്നുള്ള പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കേണ്ടത്. ആ സമയത്ത് അതിന്റെ തീരുമാനം എടുക്കും. കാരണം നമ്മളെല്ലാം നിയമത്തിന് വേണ്ടിയല്ല, നിയമം നമുക്ക് വേണ്ടിയുള്ളതാണ്. സോ അതിന്റെ സാഹചര്യങ്ങൾ നോക്കിയിട്ട് അത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനം എടുക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ അത് കേന്ദ്രത്തിന്റെ ചില നടപടികൾ, അവരുടെ ഇടപെടലുകളും മറ്റുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഈ പാർട്ടി സമ്മേളനമൊക്കെ കഴിഞ്ഞ് ഒരു മൂന്നാം മുന്നണി അല്ലെങ്കിൽ മൂന്നാം തവണ വീണ്ടും അധികാരത്തിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അത് എത്തരത്തിലും ഈ കേന്ദ്രത്തിന്റെ നയങ്ങളോടുള്ള ഒരു എതിർപ്പ് വിയോജിക്കുന്നു? എന്റെ പ്രതീക്ഷയും കണക്കൂട്ടിലും നമ്മൾ മൂന്നാം തവണ വരുമ്പോൾ BJP ഡൽഹിയിൽ നിന്ന് പോകും. അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെയും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും. ഇത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഇന്ത്യൻ ഫെഡറലിസത്തെ അംഗീകരിക്കാത്ത പാർട്ടിയാണ്, ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ അംഗീകരിക്കാത്തൊരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോൾ കേരളത്തിൽ ചില കാര്യങ്ങൾ പുതുതായിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് ഭരണഘടന നമുക്ക് ചില അവകാശങ്ങൾ സംസ്ഥാനത്തിന് തരുന്നതുകൊണ്ടാണ്. ഇന്ത്യ ചെയ്യുന്നത് അവിടെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ കേരളം ഉണ്ടാവില്ല. ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി നടക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസം, ആരോഗ്യം കേരളത്തിൽ വന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്വാതന്ത്ര്യം സംസ്ഥാനങ്ങൾക്ക് ഇനി വേണ്ട എന്ന് കരുതി പുതിയ നിയമങ്ങൾ കേന്ദ്രത്തിലുണ്ടാക്കാം, ഭരണപരമായിട്ട് ഇടപെടാം, ഗവർണർമാരെയും മറ്റും ഉപയോഗിച്ചുകൊണ്ട്
ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തികമായിട്ട് സംസ്ഥാനങ്ങളെ ഞെരുക്കാൻ, കേരളത്തെ ഞെരുക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടൽ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞാല് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.8% വരും മലയാളികൾ, ഫിനാൻസ് കമ്മീഷൻ തരുന്നത് 1.9%, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 1.6%. ഇപ്പോ വയനാടിന് എന്ന വായ്പയില്ലേ, അത് സ്പെഷ്യൽ മൂലധന വായ്പയാ. അത് 5 വർഷം തുടങ്ങിയിട്ട് അതിന്റെ 1.1% കേരളത്തിന് തരുന്നത്. NDRF വാരിക്കോരി ബാക്കി കൊടുക്കുമ്പോൾ കേരളത്തിന് വട്ടപ്പൂജ്യോ. കേന്ദ്ര സർക്കാർ സ്പെഷ്യലായിട്ട് കേരളത്തിന് എന്താ തന്നിട്ടുള്ളത്? അപ്പൊ കേരളത്തിനെതിരായിട്ടുള്ള ഉപരോധത്തിനെതിരെ വമ്പിച്ച പ്രക്ഷോഭം നാട്ടിൽ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ ഈ സമ്മേളനത്തിലുണ്ടാവും.